വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമായിരിക്കും കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ട്, അതുപോലെ ഫേസിൽ മറ്റുള്ള ബോഡി ഭാഗത്ത് ഡാർക്ക് സ്പോട്ട്സ്, കറുത്ത മാർക്കുകൾ, കുറേ പാടുകൾ, നമ്മൾ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ആ മുറിവിൻ്റെ പാടുകൾ, അതുപോലെ കുരു വന്ന് പോയിട്ടുള്ള പാടുകൾ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ എവിടെയൊക്കെ പാടുകളുണ്ടോ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു സ്മോൾ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെല്ല്, അത് ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെല്ല് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളത് എല്ലാ ദിവസവും ഒരു സ്പോട്ട് കറക്റ്റിംഗ് പോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലീവ് ചെയ്യുക. ഒരു 1 hourന് ശേഷം റിമൂവ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെയൊക്കെ ഇത് നമുക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെ ഒരു 1 month റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല വിസിബിൾ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം അതിനുവേണ്ടി എന്തൊക്കെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണമെന്ന് നോക്കിയാലോ. നമുക്ക് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെൽ പ്രിപ്പയർ ചെയ്യാനായിട്ടെന്ന്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ രക്തചന്ദനത്തിൻ്റെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു മുട്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമുണ്ട്. രക്തചന്ദനം നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, നിങ്ങൾ പലവരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മുടെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ ചിക്കൻ പോക്സ് വന്നു പോയിട്ടുള്ള പാടുകൾ മാറാനായിട്ടൊക്കെ വളരെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് രക്തചന്ദന മുട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരകല്ല്, ഇത് ഉരയ്ക്കുന്ന കല്ലും ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കല്ല് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഒരകല്ല് വാങ്ങിച്ച് വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാകുമ്പോൾ നിങ്ങൾക്ക് എത്ര വൃത്തിയായിട്ട് ആ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ജെൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ജെൽ ടെക്സ്ചറിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ ഇത് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം, അതായത് ഇതിനൊരു ലിക്വിഡ് ആക്കണമല്ലോ, അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൽ റോസ് വാട്ടർ എടുക്കാം. അങ്ങനെ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് ജെൽ ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് വേണ്ടത് ഒരു അലോവേറ കുക്കുംബർ ജെല്ലാണ്. നിങ്ങൾക്ക് സാധാ അലോവേറ ജെൽ എടുക്കാം, കളർ ഫ്രീ, ഫ്രേഗ്രൻസ് ഫ്രീ അലോവേറ ജെൽ എടുക്കാം. പിന്നെ അതിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്കൊരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. കാരണം നമുക്കിത് ഉരയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെ നല്ലൊരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ഈ ഒരു രക്തചന്ദനത്തിൻ്റെ മുട്ടി നമുക്ക് ഉരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള കല്ലായിരിക്കണം. അതുപോലെ രക്തചന്ദനത്തിൻ്റെ മുട്ടിയും നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഉരച്ചിട്ട് നിങ്ങളെ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ അത്യാവശ്യം നല്ലൊരു ക്രീമി പോലെ ഞാനിവിടെ നമ്മുടെ രക്തചന്ദനം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ക്രീമി പോലെ വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം ഞാൻ കുറച്ചിവിടെ അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ അരച്ചാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാവേ. ഓക്കെ ഗായ്സ്, അപ്പം ഇതാണ് കേട്ടോ നമ്മൾ രക്തചന്ദനം നന്നായിട്ട് കുറുക്കി അരച്ചെടുത്തത്. അപ്പോൾ ഇത്രയും നല്ല കൊഴുത്ത കൺസിസ്റ്റൻസി വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ട്. നല്ലപോലെ നല്ല കൊഴുത്ത് വരണം കേട്ടോ. എന്നിട്ട് ഞാനൊരു ക്ലീൻ ബൗളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെല്ല് 1 week ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രക്തചന്ദനം എന്നും അരയ്ക്കാൻ മടിയുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1/2 tablespoon നമ്മുടെ അലോവേറ ജെല്ലാണ്. ഇനി ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അലോവേറ ജെൽ ആഡ് ചെയ്യുവാണ്. ഞാൻ ഈ ഒരു സ്പൂണിന് ഞാൻ ഏകദേശം ഒരു 1/2 tablespoon അലോവേറ ജെല്ലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു എഫക്റ്റീവ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 weekലേക്കുള്ള ജെല്ലിൽ ഞാൻ ഒറ്റ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തിക്ക് ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലോവേറ ജെല്ല് അതനുസരിച്ച് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ നിങ്ങളെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വേണം ഇത് ആവാനായിട്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണം. 1 week യൂസ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അതുപോലെ ഗ്ലാസ് കണ്ടെയ്നറിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ.
ഗായ്സ്, അപ്പം നമ്മുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെൽ, അതായത് രക്തചന്ദനത്തിൻ്റെ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രീമി, നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും തിക്ക് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്കതൊരു 1 വീക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്മൂത്ത് ടെക്സ്ചറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ അങ്ങനെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളിത് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് ഇതിൽ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഒരു വെള്ളമയം ഒന്നുമില്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ 1 വീക്കോളം എന്ത് വെക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും രക്തചന്ദനം അരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ 1 ഡേ അരച്ചിട്ട് 1 വീക്കോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. വെള്ളമയം ഒന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ കുറച്ചും കൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും രക്തചന്ദനം അരയ്ക്കുമ്പോൾ നല്ല കുറുകിയ ഫോമിൽ തന്നെ അത് അരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ വീക്ക്ലി 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീക്ക്ലി ഒരു ട്വൈസോ അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നും അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ബോഡി പാർട്ടിൽ എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ടോ ഡാർക്ക് മാർക്കോ പിമ്പിളിൻ്റെ മാർക്കോ അല്ലെങ്കിൽ വീണിട്ട് മുറിഞ്ഞിട്ട് അതിൻ്റെ പാടോ അങ്ങനെ എന്തെങ്കിലും സ്കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ഫേസിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. അപ്പോൾ എൻ്റെ ഫേസിൽ എൻ്റെ ചീക്സിൻ്റെ അവിടെ കവിളിൻ്റെ അവിടെയാണ് കേട്ടോ ഡാർക്ക് സ്പോട്ടൊക്കെ എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ അവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നല്ല ജെൽ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. നിങ്ങൾക്കിത് ഓവർനൈറ്റ് നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് 1 ഹവറിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത്രയും സ്മൂത്ത് ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങളുടെ ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്കിത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത് അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്താണ് ഈ റിസൾട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. Bye-bye.